ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ആഹാ, എന്താ പാട്ട്! അങ്ങനെ ഒരു ഓണക്കാലം കൂടി. എത്രയോ കാലമായി കേൾക്കുന്ന പാട്ട്. എത്രയോ ഓണത്തെക്കുറിച്ചുള്ള പാട്ടുണ്ടെങ്കിലും ഈ പാട്ടിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഓണത്തെക്കുറിച്ചും ഓണക്കാലത്തെക്കുറിച്ചുമൊക്കെ തന്നെയാണ്. ഏത് ആഘോഷങ്ങളാണെങ്കിലും നമുക്ക് ആദ്യമായി മനസ്സിലേക്ക് എത്തുന്നത് അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ്. നമ്മുടെ നൊസ്റ്റാൾജിയയുടെ അധിക പങ്കും അങ്ങനത്തെ മനോഹരമായ മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെ ആസാംകാരനായ നിപ്പോണിനോട് ഞാൻ ചോദിച്ചു, നിനക്ക് ഓണത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഓണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? തും ഓണം के बारे में सुना है हो है? क्या बोलेगा, अभी ओणम के बारे में पता नहीं, सुना है लेकिन क्या ओणम का क्या करता है वो पता नहीं. കേട്ടില്ലേ? അവനറിയില്ല. അവധിയുള്ള ഏതോ ഒരു ദിവസമാണെന്ന് മാത്രമേ അറിയൂ. ചിങ്ങക്കൊയ്ത്ത്, പൂക്കളം, സദ്യ, വടംവലി ഇതൊക്കെ ഹിന്ദിയിലാക്കി പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടോർത്ത് ഭയങ്കര സന്തോഷമുള്ള മലയാളികളുടെ ദേശീയ ത്യോഹാർ ആണെന്ന് പറഞ്ഞു കൊടുത്തു. അവൻ മനസ്സിലായതുപോലെ തലകുലുക്കി. എൻ്റെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തുടങ്ങുന്നത് അമ്മയിൽ നിന്ന് തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഓണത്തിന് ഏകദേശം ഒരു മാസം മുൻപ് തന്നെ ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. നേന്ത്രക്കായ വറക്കുന്നതും കളിയടക്കിയും ശർക്കരയുപ്പേരി തുടങ്ങി ഇഞ്ചിക്കറി വരെ അടുക്കളയിൽ തയ്യാറാവുമ്പോൾ ഞങ്ങൾ കുട്ടികൾ മനസ്സിലാക്കും ഓണം അടുത്തു തുടങ്ങിയെന്ന്. ഇതൊക്കെ ഭരണികളിൽ വായു കയറാതെ തുണിയൊക്കെ വെച്ച് അടച്ച് ഭദ്രമായി വെക്കുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒറ്റയ്ക്ക് എല്ലാ സദ്യവട്ടങ്ങളും ഉണ്ടാക്കിയിരുന്ന അമ്മ ഇപ്പോഴും പതിവ് തെറ്റിക്കാതെ വർഷങ്ങളായി ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓണത്തിനുള്ള 10 ദിവസത്തെ സ്കൂൾ അവധിയും നല്ല ഓർമ്മയിലുണ്ട്. ഏതോ ഒരു ഓണക്കാലത്ത് ആറന്മുളയിലെ അമ്മയുടെ വീട്ടിൽ വലിയ ഊഞ്ഞാലിലിരുന്ന് ആടിയ ഒരു ഊഞ്ഞാൽ ഓർമ്മയും മനസ്സിലുണ്ട്. വള്ളംകളിയുടെ നാട്ടിൽ നിന്നായിരുന്നെങ്കിലും വള്ളംകളി നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതിൽ ഇപ്പോൾ ചെറിയ സങ്കടം തോന്നുന്നു. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തായ രാജഗോപാലിനോട് അദ്ദേഹത്തിൻ്റെ ഓണം ഓർമ്മകളെക്കുറിച്ച് ചോദിച്ചു. എൻ്റെ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ താമസിച്ച സ്ഥലം എന്ന് പറയുന്നത് ഒരു അഗ്രഹാരത്തിലാണ്. അതായത് ഞങ്ങൾക്ക് പറമ്പോ അല്ലെങ്കിൽ വീട്ടിന് മുറ്റമോ ഉള്ള ഒരു വീടല്ല. അഗ്രഹാരങ്ങളിലെ വീടെല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതേപോലുള്ള അഗ്രഹാരത്തിലൊരു വീട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പോൾ ഞങ്ങളുടെ ഓണക്കാലം എന്ന് പറഞ്ഞാൽ കാലത്ത് കുളി കഴിഞ്ഞാൽ എല്ലാവരും അമ്പലത്തിലേക്ക് പോകും. ഞങ്ങളുടെ ഒരു വീട്ടിൻ്റെ തൊട്ട് പുറകിൽ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. പാലക്കാട് തന്നെ വളരെ ഫേമസ് ആയ വടക്കന്തറ ഭഗവതി ക്ഷേത്രം. ഞങ്ങളെല്ലാം രാവിലെ അമ്പലത്തിൽ പോവുക, നല്ല എന്താ പറയുക, കാലത്ത് അവിടെ കുറേ പേര് അവിടെ മീറ്റ് ചെയ്യുക. പിന്നെ ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം. പിന്നെ ഞങ്ങൾ ബ്രാഹ്മണന്മാർക്കൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാലക്കാടുകാർക്ക് പ്രത്യേകിച്ച്, ഞങ്ങൾക്ക് തിരുവോണ സദ്യ അല്ല, ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉത്രാട സദ്യയാണ്. അപ്പോൾ തിരുവോണം എന്ന് പറയുന്നത് ഒരു സാധാ ദിവസം പോലെ ഞങ്ങൾക്കുള്ളൂ. പിന്നെ ഉത്രാട ദിവസമാണ് ഞങ്ങളുടെ വീട്ടിൽ സദ്യയും കാര്യങ്ങളെല്ലാം ഗംഭീരമായി പോകുന്നത്. അന്നത്തെ ദിവസം എല്ലാവരെയും പോലെ തന്നെ കുട്ടികളും എല്ലാവരും കൂടി ഒന്നിച്ച് കളിക്കാനും പിന്നെ ഒരു സിനിമ കാണാനും ഉള്ള ഒരു ദിവസമായി മാറ്റി വയ്ക്കുന്നതാണ് സാധാരണ ഓണം. പിന്നെ എനിക്കിത് പറയുമ്പോഴാണ് ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. ആ സ്വാമിയുടെ അടുത്ത് ചോദിച്ചു, സ്വാമി അടുത്ത ആഴ്ച ഓണം അല്ലേ, അപ്പോൾ എന്താ എന്ന് വെച്ചു. സ്വാമിക്ക് എന്ത് ഓണം, സ്വാമിക്ക് എന്നും ഓണം എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ നമുക്കെന്നും ഓണമാണ്. അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടില്ലേ? അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ. ക്ഷേത്രത്തിൽ പോകുന്നതും സദ്യ കഴിക്കുന്നതുമൊക്കെയായി അഗ്രഹാരത്തിലെ ഓർമ്മകളാണ് രാജഗോപാലിനുള്ളത്. ഭക്ഷണത്തിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ചിലർക്ക് ഓണം, ചിലർക്ക് ക്ഷേത്രത്തിൽ പോകുന്നതാണ്, മറ്റു ചിലർക്ക് മറ്റു ചില ഓർമ്മകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വള്ളംകളി ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൻ്റെ വിഷമമായിരുന്നു. കോളേജിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓണം സ്വാതന്ത്ര്യത്തിൻ്റേതു കൂടിയാണെന്ന് മനസ്സിലായത്.
അന്നൊക്കെ ഞങ്ങൾക്ക് ആഘോഷങ്ങൾക്കായി കിട്ടുന്ന ചുരുക്കം ദിവസങ്ങളിലൊന്നായിരുന്നു ഓണക്കാല ആഘോഷങ്ങൾ. പൂക്കള മത്സരം ക്ലാസ്സുകൾ തിരിച്ച് ഉണ്ടാകുമല്ലോ. ചെങ്ങന്നൂരിലെ ക്രിസ്ത്യൻ കോളേജിൻ്റെ വലിയ മുറ്റത്ത് എല്ലാവരും ഒത്തുചേർന്ന് പിരിവിട്ടെടുത്ത പൈസ കൊണ്ട് പൂക്കൾ വാങ്ങിച്ച് വലിയ പൂക്കളങ്ങൾ ആഘോഷമായി എല്ലാവരും ചേർന്ന് ഉണ്ടാക്കുമായിരുന്നു. ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും വരുന്നതിന് മുൻപേ കണ്ണുകൾ കൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ആശയവിനിമയം നടത്തിയിരുന്ന കാലത്തെ കോളേജുകൾ. ഇഷ്ടമുള്ള ആൾ ഭംഗിയുള്ള കസോസാരി ഉടുത്തു വരികയും 17കാരനും 18കാരനുമൊക്കെ മുണ്ടുടുത്ത് വലിയ ആളായി നടക്കുകയും ചെയ്തിരുന്ന കാലം. ഒരുപാട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ജീവിതം വാഗ്ദാനങ്ങളായി ചെയ്തിരുന്ന കാലം. അതൊക്കെ ഒരു കാലം. ആ ഓണക്കാലങ്ങളിലും കോളേജ് ഇലക്ഷൻ്റെ സമയത്തും മനോഹരമായി പാട്ടുപാടിയിരുന്ന സുഹൃത്തിൻ്റെ ഓർമ്മ വരുന്നു. അവൻ്റെ പാട്ടും. തുയിലുണരൂ തുയിലുണരൂ തുമ്പികളേ, തുമ്പപ്പൂം കാറ്റിലെ വീണകളേ. തുയിലുണരൂ തുയിലുണരൂ തുമ്പികളേ, തുമ്പപ്പൂം കാറ്റിലെ വീണകളേ. തിരുവോണപ്പുലരി വന്നു, തൃക്കാക്കര നട തുറന്നു. തിരുവോണപ്പുലരി വന്നു, തൃക്കാക്കര നട തുറന്നു. കുരവയിട്ടു പാടി വരൂ കുരുവികളേ, കുരവയിട്ടു പാടി വരൂ കുരുവികളേ. തുയിലുണരൂ തുയിലുണരൂ തുമ്പികളേ, തുമ്പപ്പൂം കാറ്റിലെ വീണകളേ. തുമ്പപ്പൂം കാറ്റിലെ വീണകളേ. അജി ഹസൻ എന്ന സുഹൃത്ത് സൗദി അറേബ്യയിൽ നിന്ന് അവധിക്കാലം ചിലവഴിക്കാൻ എല്ലാ വർഷവും വരുമ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ സുഹൃത്ത് സദത്തിൽ ഈ പാട്ട് പാടാറുണ്ട്. അന്നൊക്കെ ഓണം പുതിയ ഓണം സ്പെഷ്യൽ കാസറ്റുകളുടേതുമായിരുന്നു. പാട്ടുകൾ മധുരമുള്ള മനോഹരമായിരുന്ന കവിതകളായിരുന്ന കാലം. പാട്ടുകളുടെ വസന്തകാലങ്ങൾ. പാട്ടുകളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഗായികയും സുഹൃത്തുമായ ചിത്ര അരുണിനോട് ഞാൻ ഓണത്തെക്കുറിച്ചും ഓണപ്പാട്ടുകളെക്കുറിച്ചും ചോദിച്ചത്. ചിത്ര പറഞ്ഞതിങ്ങനെയാണ്. ഓണപ്പാട്ട് എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും പൂവിളി പൂവിളി പൊന്നോണമായി എന്ന പാട്ട് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്കെൻ്റെ കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മയിലുള്ളത്. അങ്ങനെ പറയുമ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ട് വീട്ടിലും ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓണക്കാലം വെക്കേഷൻ എന്ന് പറയുമ്പോൾ, ഓണത്തിൻ്റെ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കസിൻ സിസ്റ്റേഴ്സും ബ്രദേഴ്സുമായിട്ട് വീട്ടിലുണ്ടാവാറുണ്ട്, രണ്ട് വീട്ടിലും. അപ്പോൾ അച്ഛൻ്റെ വീട്ടിലൊരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഊഞ്ഞാലിടല. ബാക്കി മാതേവരെ വെക്കലൊന്നും മാതേവര എന്ന് പറഞ്ഞാൽ നമ്മൾ തൃക്കാക്കരപ്പൻ എന്ന് പറയും. അപ്പോൾ അതൊന്നും അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് കണ്ടിട്ടില്ല. പക്ഷെ അന്ന് അവിടെ കുട്ടികളൊക്കെ വരുമ്പോൾ ഈ നമ്മുടെ മുള വലിയ നല്ല മൂത്ത മുള നോക്കി മുറിച്ചിട്ട് അതിനെ രണ്ടായി നെടുകെ കീറിയിട്ട് അത് ഊഞ്ഞാലായിട്ട് കെട്ടുമായിരുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ആ മുള ഊഞ്ഞാലിലുള്ള ഊഞ്ഞാലാട്ടം. ഒരിക്കലും അച്ഛൻ്റെ വീട്ടിലെ ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യം അതാണ്. അതേപോലെ അമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ മിക്കവാറും പകുതിയായി ഭാഗിച്ച് കുറച്ച് ദിവസം അവിടെയും കുറച്ച് ദിവസം ഇവിടെയും അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതി, ഈ മാതേവരെ വയ്ക്കുക, അതേപോലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മുത്തശ്ശി, കുട്ടി, അതേപോലെ അരകല്ല്, നമ്മൾ അരയ്ക്കുന്ന കല്ലിൻ്റെ പോലെ ഇതിൻ്റെയൊക്കെ മോഡലിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ അതുണ്ടാക്കി വെക്കുമായിരുന്നു. എന്നിട്ട് അതിലൊക്കെ നമ്മൾ ഈ അരിമാവ് കൊണ്ട് അണിഞ്ഞിട്ട് അമ്മാമൻ രാവിലെ, അതായത് അമ്മയുടെ ബ്രദർ രാവിലെ പൂജയൊക്കെ ചെയ്യും. നമ്മൾ പൂവട ഉണ്ടാക്കി അത് മഹാബലിക്ക് നേദിക്കുകയാണെന്നാണ് സങ്കല്പം. അപ്പോൾ ആ പൂവടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അമ്മാമൻ പൂജ ചെയ്യുന്നത്, അങ്ങനത്തെ ഓർമ്മകളൊക്കെയാണ് എനിക്കുള്ളത്. എനിക്ക് അതിൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഇതൊന്നും അറിയില്ല. അതിലെന്തൊക്കെയോ ഈ മാതേവരെ വെക്കണതിനൊക്കെ എന്തൊക്കെയോ കണക്കൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അറിയില്ല. പക്ഷേ ഈ ഓർമ്മകൾ, ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്നും എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ്, പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലുള്ള ഓർമ്മകൾ അതൊക്കെയാണ്. കേട്ടില്ലേ, ചിത്രയ്ക്ക് ഓർമ്മയുള്ളത് ട്രഡീഷണൽ ഓണമാണ്.
അച്ഛൻ്റെയും അമ്മയുടെയും തറവാട്ടിൽ ഓണം വളരെ നന്നായി ആഘോഷിച്ച ആ കാലത്തെക്കുറിച്ചാണ് ചിത്രയ്ക്ക് പറയാനുള്ളത്. പിന്നീട് ജോലി സമയത്ത് ഓണം സഹപ്രവർത്തകരുമായുള്ള തമാശ കാലങ്ങളായിരുന്നു. വർഷാവർഷം ഇപ്പോൾ ഓഫീസുകളിലെ ഓണാഘോഷങ്ങൾ ഒഴിച്ചുകൂടാത്തതായി മാറി. എറണാകുളത്തെ ഓണം അപ്പാർട്ട്മെൻറ്റിലെ ഓണാഘോഷങ്ങളുടേതാണ്. ടീമുകളായി തിരിച്ചുള്ള പൂക്കള മത്സരങ്ങൾ തൊട്ട് ചെറിയ സ്കിറ്റുകൾ വരെ, നാടകങ്ങൾ വരെ, പാട്ടും ഡാൻസുമൊക്കെയായി 2 ദിവസമൊക്കെ നീളുന്ന വലിയ ആഘോഷങ്ങൾ. പലപ്പോഴും ഓണം കഴിഞ്ഞിട്ട് 1-2 മാസങ്ങൾ കഴിഞ്ഞായിരിക്കും ഈ ആഘോഷങ്ങൾ എല്ലാവരുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾ, നേരം നോക്കാതെ എത്ര സമയം വേണമെങ്കിലും കറങ്ങി നടക്കാൻ പറ്റുന്ന ദിവസങ്ങൾ. അപ്പാർട്ട്മെൻറ്റിലെ ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പ്രിയ സുഹൃത്ത് കൃഷ്ണകുമാർ കൗതുകകരമായി ഒരു കാര്യം പറഞ്ഞത്. ഇത്തവണത്തെ ഓണത്തിനൊരു കൗതുകം വേണം എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്ററുടെ ഫ്രണ്ടും ഒരു ഐഡിയ പറഞ്ഞു. ഇങ്ങനെ അത്തം മുതലുള്ള 10 ദിവസത്തേക്കുള്ള പൂക്കൾ ഇതിനു മുമ്പ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ നേരിട്ട് പോയി ഒരു സ്ഥലത്ത് പോയി പറിച്ച് കൊണ്ടുവന്ന് പൂക്കളം ഇടുക എന്നുള്ളത്. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം ഞാൻ അവരുടെ കൂടെ പോയി. ഞങ്ങളിങ്ങനെ പല സ്ഥലത്തും വില്ലിംഗ്ടൺ ഐലൻഡിൽ, പനമ്പക്കാട്, ഞാറക്കൽ, വല്ലാപ്പാടം ആ ഭാഗത്ത് ഒക്കെ പോയി വീടുകളിൽ നിന്നും അല്ലെങ്കിൽ വഴിയോരത്തുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ, ഓഫ് കോഴ്സ് വീടുകളിൽ പോകുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് ഈവൻ വീട്ടുകാരൊക്കെ തന്നെ ഇത് നല്ലൊരു രസമായിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് എടുത്തു കൗതുകത്തോടു കൂടി ഈ കാര്യത്തിന് സഹകരിക്കാൻ വന്നു. പലരും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം പലരും ഇതുപോലെ അവർ തന്നെ ഒരു കോണിയൊക്കെ കൊണ്ടുവന്ന് പൂക്കൾ കട്ട് ചെയ്ത് തരികയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എങ്ങനെ ഞങ്ങൾ പിന്നെ അതുപോലെ കൊച്ചിയിലെ കുറേ കാലത്തോളം പുറത്ത് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ നമ്മൾ തീർത്തു. കാരണം കൊച്ചിയിൽ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മൾ പോയത്. ഇപ്പോൾ പനമ്പാക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെള്ളമുള്ള ഇരുവശത്തും നല്ല നല്ല വീടുകളും, ചെറിയ വീടുകളാണ്, പക്ഷെ അവിടെയൊക്കെ തന്നെ ഇങ്ങനെ പൂക്കളും ഒക്കെ നാച്ചുറലായിട്ട്, കാരണം ചിങ്ങമാസം ആയതുകൊണ്ട് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി ഒരു കത്രിയും 2 കവറൊക്കെ എടുത്താണ് പോകുന്നത്. അവിടെയൊക്കെ പോയി കട്ട് ചെയ്ത് ഇത് കൊണ്ടുവന്നു. അതൊരു നല്ലൊരു ഫീലിംഗ് ഞങ്ങൾക്ക് തന്നു. ഇറ്റ് വാസ് എ ഗുഡ് ഫീലിംഗ്. അപ്പം അതാണ് ഈ ഇത്തവണത്തെ ഓണക്കാലത്തിൻ്റെ ഒരു രസം. കൃഷ്ണകുമാർ പറഞ്ഞത് വളരെ പണ്ട് കാലത്തെ പോലെ പൂക്കൾ പറിക്കാനായി എറണാകുളത്തെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയി പൂക്കൾ പറിക്കുകയും പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കൗതുകമായ കഥയാണ്. ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഈ പ്രായത്തിൽ വേറൊരു സ്ഥലത്ത് ആവർത്തിക്കുമ്പോൾ പ്രത്യേക ഒരു രസം ഉണ്ട്, അല്ലേ? ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയൊരു കാര്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് തന്നെയാണ്. ആഘോഷങ്ങളും നല്ല സദ്യയും ഓണക്കളികളുമൊക്കെ വിലയുള്ളതായി തീരുന്നത് ആരോഗ്യത്തോടെ സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ്. നമ്മുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഇന്നലെയായിരുന്നു എന്നാണ് ഈ കൊറോണ കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആഘോഷങ്ങൾ മാത്രമല്ല, നല്ല ഓർമ്മകൾ കൂടിയാണ് ഓണം. ലോകം മുഴുവൻ ഭീതിയോടെ നിൽക്കുന്ന ഈ കാലത്ത് ജാഗ്രതയോടെ നമുക്ക് ഈ ഓണവും എല്ലാ പരിമിതിക്കുള്ളിൽ നിന്നും ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ. നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ